എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളിന്ന് ഫ്യൂ, ഫ്യൂ, ലിറ്റിൽ, ലിറ്റിൽ എന്നുള്ള 4 ഇംഗ്ലീഷ് യൂസേജസിൻ്റെ വ്യത്യാസങ്ങളും അവയുടെ മീനിങ്സ്, പിന്നെ അവ ഉപയോഗിച്ചുള്ള ചില സെൻറ്റൻസ് എങ്ങനെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ ഈ 4 പദപ്രയോഗങ്ങളും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുകയും പൊതുവെ നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ലാത്ത നമ്മൾ ഇത് തെറ്റായ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അർത്ഥം കുറച്ചൊന്നും അല്ലെങ്കിൽ വളരെ കുറച്ചെന്നുള്ള അർത്ഥം വരുന്നതാണ് ഫ്യൂ, ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള പ്ലേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണത്. ഫ്യൂ ഉപയോഗിക്കേണ്ടിടത്ത് ഫ്യൂവും അതുപോലെ തന്നെ ലിറ്റിൽ ഉപയോഗിക്കേണ്ടിടത്ത് ലിറ്റിലും ഒക്കെ നമ്മൾ പലരും ഉപയോഗിക്കുന്നുണ്ട് അർത്ഥം അറിയാതെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ പ്രാക്ടിക്കൽ ഇംഗ്ലീഷിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഇത് ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. ഫ്യൂവും ഫ്യൂവും തമ്മിൽ, ലിറ്റിലും ലിറ്റിലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് റെക്കഗ്നൈസബിൾ ആണ്. ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരവൽക്കരിക്കാൻ ഒരു കാര്യമല്ല. വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഫ്യൂവും തമ്മിൽ, ലിറ്റിലും ലിറ്റിലും തമ്മിൽ. ഫ്യൂവും ലിറ്റിലും തമ്മിൽ മോറോളസ് സെയിം ആണ്. ഫ്യൂവും ലിറ്റിലും തമ്മിൽ മോറോളസ് സെയിം ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങളും അതുപോലെ അവയുടെ മീനിങ്സ്, അർത്ഥങ്ങളും പിന്നെ 1-2 എക്സാമ്പിൾസ് ഫ്യൂ ഉപയോഗിച്ചുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്യൂ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഫ്യൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഫ്യൂ എന്താണെന്ന് നോക്കാം. ഫ്യൂ മീൻസ് നോട്ട് മെനി. ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ. ഇതൊരു നെഗറ്റീവായിട്ടുള്ളൊരു വസ്തുതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സജസ്റ്റിംഗ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാവം. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാവം. ഏതിൻ്റെങ്കിലും അഭാവത്തിനെയാണ് നമ്മൾ സ്കേഴ്സ് എന്ന് പറയുന്നത്. സ്കേഴ്സ് റിസോഴ്സസ്, വിഭവങ്ങളുടെ അഭാവം. സ്കേഴ്സിറ്റി ഓഫ് മണി, പണത്തിൻ്റെ അഭാവം എന്നൊക്കെ നമ്മൾ പറയും. ഒന്നുമില്ലായ്മ എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫ്യൂ എന്നുള്ള വാക്കാണ്. നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് സൂചിപ്പിക്കുന്ന, ഇറ്റ് ഹാസ് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സൂചനയുണ്ട് ഇതിന് ഫ്യൂ എന്നുള്ളതുണ്ട്. അപ്പോൾ ഫ്യൂ മീൻസ് നോട്ട് മെനി, വളരെയധികം ഇല്ലാത്ത, ഒട്ടും തന്നെ ഇല്ലാത്ത എന്ന അർത്ഥം വരുന്ന അല്ലെങ്കിൽ അവസ്ഥയാണ് ഫ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ പിന്നീട് വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് അർത്ഥങ്ങളും എക്സാമ്പിളും നോക്കാം. ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. ശ്രദ്ധിക്കുക, ഫ്യൂ അല്ല, ഫ്യൂ പീപ്പിൾ ആണ്. ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തില്ല. ഫ്യൂ പീപ്പിൾ, ആരും തന്നെ, നോ വൺ എന്നുള്ള അർത്ഥം എന്നാണ്. അപ്പോൾ ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ നോ വൺ ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. ആരും തന്നെ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. ദർ ആർ ഫ്യൂ ബുക്സ് ഓൺ ദ ഷെൽഫിൽ ബുക്കുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പം ഫ്യൂ പീപ്പിൾ, അതുപോലെ തന്നെ ദർ ആർ ഫ്യൂ ബുക്സ് ഓൺ ദ ഷെൽഫ്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പീപ്പിൾ അതുപോലെ തന്നെ ബുക്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് കൗണ്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് നമുക്ക്, അല്ലെങ്കിൽ കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ആണ്. പീപ്പിൾ, ആൾക്കാർ, അതുപോലെ തന്നെ ബുക്സ്, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതാണെന്നുള്ളൊരു അവസ്ഥകളുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തിൽ ഇത് ഒന്നുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്യൂ പീപ്പിൾ, ആരും തന്നെ ഇല്ല. ഫ്യൂ ബുക്സ്, ഷെൽഫിലെ ബുക്ക് ഒന്നും തന്നെ ഇല്ല. ഐ ഹാവ് ഫ്യൂ മണി, എൻ്റെ കയ്യിൽ പൈസ ഒന്നും തന്നെ ഇല്ല. ഐ ഗോട്ട് ഫ്യൂ മാർക്സ് ഇൻ ദ എക്സാം, എനിക്ക് എക്സാമിന് മാർക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പം അങ്ങനെ നെഗറ്റീവായിട്ടൊരു അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഫ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്യൂവിലേക്ക് നമുക്ക് നോക്കാം.
എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ ആണ്. സംതിങ് ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് അല്ല, ലെസ് ദാൻ സീറോ അല്ല. ഫ്യൂ ആണ് നെഗറ്റീവ്, ലെസ് ദാൻ സീറോ. എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്, ഈസ് നോട്ട് സീറോ, ഈസ് സംതിങ് മോർ ദാൻ സീറോ. സീറോ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതുകൊണ്ടാണ് സീറോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇവിടെ റിലവൻസ് ഒന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല സീറോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്. എ ഫ്യൂ മീൻസ് സം, കുറച്ചുണ്ട്, വളരെ കുറച്ച്, ഏതെങ്കിലും കൗണ്ടബിൾ ആയിട്ടുള്ള അതൊരു പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ ആണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന നൽകുന്നതാണ്. സജസ്റ്റിംഗ് എ സ്മോൾ നമ്പർ ബട്ട് നോട്ട് സീറോ. സീറോ അല്ല, പക്ഷേ കുറച്ചുണ്ട്, എന്നാൽ വളരെ കൂടുതലല്ല. ഒരു ലാർജർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലാർജർ നമ്പർ ഒന്നുമില്ല, വളരെ കുറച്ച്. സ്മോൾ നമ്പർ, എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എ ഫ്യൂ എന്ന് പറയുന്നത്. എ ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. എക്സാമ്പിളിൽ ഒന്നാമത്തെയാണ് എ ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്. ദർ ആർ എ ഫ്യൂ ബുക്സ് ഓൺ ദ ഷെൽഫ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫ്യൂ മാത്രം ഉപയോഗിച്ചാണ്. ഇവിടെ എയുടെ ആഡ് ചെയ്യുന്നുണ്ട്, എ ഫ്യൂ. എ ഫ്യൂ എന്ന് പറയുമ്പം കുറച്ചും കൂടെ, കുറച്ച്. ഐ ഹാവ് എ ഫ്യൂ മണി ഇൻ മൈ ഹാൻഡ്. എൻ്റെ പക്കൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്യൂ മണി. ഐ ഹാവ് ഫ്യൂ മണി ഇൻ മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ പൈസ ഒന്നും തന്നെ ഇല്ല. ഐ ഹാവ് ഫ്യൂ മണി ടു പേ മൈ ഫീസ്. ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഐ ഹാവ്, സോറി, ഫ്യൂ മണി എന്ന് പറയത്തില്ല. ഐ എം സോറി, ഫ്യൂ മണി എന്ന് പറയത്തില്ല. അത് ലിറ്റിൽ ഉപയോഗിച്ച് പറയത്തുള്ളൂ. നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഫ്യൂ ഉപയോഗിച്ച് പറയത്തുള്ളൂ. എ ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദി മീറ്റിംഗ്, അല്ലെങ്കിൽ ദർ ആർ എ ഫ്യൂ ബുക്സ് ഓൺ ദ ഷെൽഫ് എന്ന് പറഞ്ഞു. അപ്പം കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എ ഫ്യൂ ഉപയോഗിച്ച് നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. ഫ്യൂ ആകുമ്പോൾ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. എ ഫ്യൂ ആകുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള കണ്ടീഷൻസിനാണ്. അപ്പോൾ എക്സാമ്പിൾസിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. എ ഫ്യൂ പീപ്പിൾ അറ്റൻഡ് ദ മീറ്റിംഗ്, വളരെ കുറച്ച് ആൾക്കാർ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ദർ ആർ എ ഫ്യൂ ബുക്സ് ഓൺ ദ ഷെൽഫ്, വളരെ കുറച്ച് ബുക്കുകൾ മാത്രമേ ഷെൽഫിലുള്ളൂ. അപ്പോൾ ഇതാണ് എ ഫ്യൂ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ലിറ്റിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥവും എക്സാമ്പിൾ നോക്കാം. ലിറ്റിൽ മീൻസ് നോട്ട് മച്ച്. അത് ഫ്യൂ ആയിട്ട് ഏറെക്കുറെ സിമിലാരിറ്റി ഉള്ളതാണ്, പക്ഷേ ചില ഡിഫറൻസ് ഉണ്ട്. ഫ്യൂ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് നോട്ട് മെനി എന്ന് പറഞ്ഞു. അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. പീപ്പിൾ, ബുക്സ്, അല്ലെങ്കിൽ ബേർഡ്സ്, അതുപോലെ കൗണ്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ജസ്റ്റ് ലൈക്ക് ഫ്യൂ. ഫ്യൂവിനെ പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു ഇംപ്ലിക്കേഷൻ ആണിത്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്തോ നെഗറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് സജസ്റ്റിംഗ് സ്കോസിറ്റി, ഏതിൻ്റെയെങ്കിലും അഭാവത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ലിറ്റിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബോട്ടിലിലെ വെള്ളം ഒന്നും തന്നെ ഇല്ല. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ഷീ ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ്. സ്പോർട്സിൽ അവൾക്ക് താല്പര്യം ഒട്ടും തന്നെ ഇല്ല. ലിറ്റിൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ലിറ്റിൽ മീൻസ് നോട്ട് മച്ച്, ഒട്ടും തന്നെ ഇല്ല, അളവിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ നെഗറ്റീവാണ്. ലിറ്റിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് ബട്ട് നെഗറ്റീവാണ്. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ബോട്ടിലിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ല. ഷീ ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ്. ഞാൻ മുമ്പേ ഫ്യൂ മണി എന്ന് പറഞ്ഞാൽ തെറ്റായിരുന്നത്, ഐ എം സോറി. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ ഹാൻഡ്സ്. എൻ്റെ പക്കൽ പണം ഒട്ടും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ പേഴ്സ്, അല്ലെങ്കിൽ ഐ ഹാവ് ലിറ്റിൽ മണി വിത്ത് മീ. എൻ്റെ പക്കൽ പൈസ ഒന്നും തന്നെ ഇല്ല. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ബോട്ടിലിലെ വാട്ടർ ഒന്നും തന്നെ ഇല്ല, ഒട്ടും തന്നെ ഇല്ല. ഷീ ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ്, ഓർ ഷീ ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിൽ അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അല്ലെങ്കിൽ ഷീ ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡിയിങ്. പഠിക്കുന്നതിൽ താല്പര്യമൊന്നുമില്ല, ഒട്ടും തന്നെ ഇല്ല എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള അർത്ഥം വരുന്ന തലത്തിലാണ് നമ്മൾ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിറ്റിൽ മീൻസ് നോട്ട് മച്ച്. ഇതിന് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ആണ്.
സജസ്റ്റിംഗ് സ്കേഴ്സിറ്റി, ഏതിൻ്റെങ്കിലും അഭാവം, ഇല്ലായ്മ, അല്ലെങ്കിൽ സീറോ എന്നുള്ള ഒരു സീറോയും അല്ല, അതിലും ലെസ് ദാൻ സീറോ, നെഗറ്റീവായിട്ട് നമ്മൾ ഏതെങ്കിലും കാര്യത്തെ സൂചിപ്പിക്കുന്ന, എസ്പെഷ്യലി കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, ഇപ്പം വാട്ടർ അല്ലെങ്കിൽ ഒരാളുടെ ഇൻട്രസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരാളുടെ താല്പര്യം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ലിറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും എ ലിറ്റിൽ എന്താണെന്ന് നോക്കാം. ഇത് എ ഫ്യൂവിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു യൂസ് ആണ് ഇത് പറഞ്ഞാൽ. എ ലിറ്റിൽ മീൻസ് സം, കുറച്ചുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഇംപ്ലിക്കേഷൻ ആണ്. സജസ്റ്റിംഗ് എ സ്മോൾ എമൗണ്ട് ബട്ട് നോട്ട് സീറോ. സീറോ അല്ല, പക്ഷേ കുറച്ച് എമൗണ്ട് ഉണ്ട്. വളരെയധികമില്ല. എ ഫ്യൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ചായിട്ടുള്ള, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഏതിനെക്കുറിച്ചെങ്കിലും നമുക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ എ ലിറ്റിൽ എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. വളരെ കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ എത്രയാണെന്ന് നമുക്കറിയില്ല. കുറച്ച് വെള്ളമുണ്ട്. ഐ ഹാവ് എ ലിറ്റിൽ മണി. ഐ ഹാവ് എ ലിറ്റിൽ മണി. കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മുമ്പേ ഐ ഹാവ് എ ഫ്യൂ കോയിൻസ് ഇൻ മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിൽ കുറച്ച് നാണയങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഐ ഹാവ് എ ഫ്യൂ മണി എന്ന് പറയാൻ പറ്റത്തില്ല. ഐ ഹാവ് എ ലിറ്റിൽ മണി. കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൗണ്ടഡ്. കൗണ്ട് ചെയ്തിട്ടില്ല. ഷീ ഹാസ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ്. ഷീ ഹാസ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ്. കുറച്ച് താല്പര്യമുണ്ട് സ്പോർട്സിൽ. അല്ലെങ്കിൽ ഷീ ഹാസ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. അല്ലെങ്കിൽ ഷീ ഈസ് ഷോയിങ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ഹെർ സ്റ്റഡീസ്. പഠനത്തിൽ അല്പം താല്പര്യം കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഷീ ഹാസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ഹെർ സ്റ്റഡീസ് എന്ന് പറഞ്ഞു. പഠനത്തിൽ താല്പര്യമൊന്നുമില്ല. ഇവിടെ എ ലിറ്റിൽ ഇൻട്രസ്റ്റ് എന്നാൽ വളരെ കുറച്ച് താല്പര്യമുണ്ട്, ബട്ട് ഈസ് നോട്ട് ടു മച്ച്. വളരെ അധികം ഇല്ല, പക്ഷെ കുറച്ചുണ്ട്. എ ലിറ്റിൽ മീൻസ് സം, കുറച്ച്, ബട്ട് നോട്ട് ടു മച്ച്. ഒരു ലാർജർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ബിഗർ ആയിട്ടുള്ള എമൗണ്ട് ഒന്നുമില്ല. പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ ആണ് സജസ്റ്റിംഗ് എ സ്മോൾ എമൗണ്ട് ബട്ട് നോട്ട് സീറോ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ സജസ്റ്റിംഗ് സ്കോസിറ്റി ആണ്, നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ആണ്. ഫ്യൂവിനും അത് തന്നെയാണ്. എ ഫ്യൂവ് പോസിറ്റീവ് ഇംപ്ലിക്കേഷനും സജസ്റ്റിംഗ് സംതിങ്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ, ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ, ഷീ ഹാസ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ്. എ ലിറ്റിൽ വാട്ടർ, എ ലിറ്റിൽ ഇൻട്രസ്റ്റ്. ഇതിനെ നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്യാൻ നോക്കാം. ഫ്യൂ ആൻഡ് ലിറ്റിൽ സജസ്റ്റ് സ്കേഴ്സിറ്റി ആൻഡ് ഹാവ് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ. അത് നമ്മൾ ആദ്യമേ പറഞ്ഞാണ്. ഫ്യൂവും ലിറ്റിലും നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള സൂചനകൾ നൽകുന്നതാണ്. സ്കേഴ്സിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. എ ഫ്യൂവും എ ലിറ്റിലും സജസ്റ്റ് സം എമൗണ്ട് ആൻഡ് ഹാവ് പോസിറ്റീവ് ഇംപ്ലിക്കേഷൻസ്. വളരെ കുറച്ചുള്ള എന്തിനെങ്കിലും സൂചിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന നൽകുന്നതാണ് എ ഫ്യൂവും എ ലിറ്റിലും എന്ന് പറഞ്ഞാൽ. പിന്നെ എ ഫ്യൂവും നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആണ്. കൗണ്ടബിൾ. ഇപ്പോൾ ഫ്യൂ പീപ്പിൾ, എ ഫ്യൂ ബുക്സ്, എ ഫ്യൂ ബേർഡ്സ്, ഫ്യൂ പൊളിറ്റീഷ്യൻസ്. ഫ്യൂ പൊളിറ്റീഷ്യൻസ് എന്നോ എ ഫ്യൂ പൊളിറ്റീഷ്യൻസ് നമുക്ക് രണ്ടർത്ഥത്തിലാണെങ്കിൽ തന്നെ കൗണ്ടബിൾ ആണ്. ഫ്യൂ പൊളിറ്റീഷ്യൻസ്, എ ഫ്യൂ പൊളിറ്റീഷ്യൻസ് ആർ കറക്റ്റ്. ഫ്യൂ പൊളിറ്റീഷ്യൻസ് ആർ കറക്റ്റ്. ആരും തന്നെ കറക്റ്റ് അല്ല. രാഷ്ട്രീയക്കാരും തന്നെ കറക്റ്റ് അല്ല. എ ഫ്യൂ പൊളിറ്റീഷ്യൻസ് ആർ കറക്റ്റ്. അപ്പം ഫ്യൂ ആൻഡ് എ ഫ്യൂ ആർ യൂസ് വിത്ത് കൗണ്ടബിൾ നൗൺസ്. ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ ആർ യൂസ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അൺകൗണ്ടബിൾ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളുടെ ബുദ്ധി, ഇന്റലിജൻസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലൊരു കൈകളിൽ കുറേ കോയിൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് എ ഫ്യൂ ഉപയോഗിക്കണം. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ലിറ്റിൽ അല്ലെങ്കിൽ എ ലിറ്റിൽ ഉപയോഗിക്കണം. അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആപ്ലിക്കേഷൻ ആയിരിക്കും.
അപ്പോൾ few and a few are used with countable nouns. Little and a little are used with uncountable nouns. കൗണ്ട് ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും അവസ്ഥയിലുള്ള ക്വാണ്ടിറ്റീസിന് നമുക്ക് എ ലിറ്റിലും ലിറ്റിലും ഉപയോഗിച്ചു. ഇപ്പം ബോട്ടിലിനകത്ത് കുറച്ച് വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് കൗണ്ട് ചെയ്തിട്ടില്ല. നമ്മൾ വാട്ടർ സാധാരണ കൗണ്ട് ചെയ്യാറില്ലല്ലോ. കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. മെഷർ ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കൗണ്ട് ചെയ്യാൻ എണ്ണി തിട്ടപ്പെടുത്തുക, എണ്ണാൻ കഴിയുന്നത്. മെഷർ ചെയ്യാൻ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. വാട്ടർ എപ്പോഴും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയത്തുള്ളൂ. വി ക്യാൻ മെഷർ ദി quantity of water, but we cannot count the quantity of water. Money we can count, but we cannot. We can measure the quantity. We can measure the quantity of money by counting it. അപ്പോൾ കൗണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ പിന്നെ കൗണ്ട് ചെയ്യാൻ കഴിയുന്നിടത്ത് അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ, കൗണ്ട് ചെയ്യാൻ കഴിയാത്തടത്ത് അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ എ ഫ്യൂ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ 4 വേർഡ്സ് അല്ലെങ്കിൽ യൂസേജസ് പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ഇംഗ്ലീഷിൽ നമുക്ക് തെറ്റുകൂടാതെ ഇത് ഉപയോഗിക്കേണ്ടി വരും പലയിടത്തും. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡെയിലി യൂസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകിൽ ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ അല്ലെങ്കിൽ എ ലിറ്റിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും മനസ്സിലാക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് തെറ്റത്തില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ റെസിപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആരാണോ സ്വീകരിക്കുന്നത്, കേൾക്കുന്നത്, അവർക്കും തെറ്റുകൂടാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 4 ഇംഗ്ലീഷ് യൂസേജസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇംഗ്ലീഷ് പോർഷനുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഗുഡ് നൈറ്റ്.